വയനാട് കുടുംബശ്രീയിൽ 36 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടെത്തൽ. ആദിവാസി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന 8 കേന്ദ്രങ്ങളിലാണ് ഈ തട്ടിപ്പ് നടന്നത്. സിപിഎം നേതാക്കൾ ഉൾപ്പെട്ട 3 കുടുംബശ്രീ ജീവനക്കാരെയാണ് അഴിമതിയെ തുടർന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിലുണ്ട്. റോബിൻ, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ, അവരുടെ ഇടപെടൽ എങ്ങനെ? 3 കുടുംബശ്രീ ജീവനക്കാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിരിച്ചു തന്നെ വിട്ടിരിക്കുന്നവർ. താൽക്കാലിക ജീവനക്കാരാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് വൻധൻ വികാസ് കേന്ദ്ര. അതായത് ആദിവാസികളിൽ നിന്ന് ആദിവാസി വനവിഭവങ്ങൾ ശേഖരിക്കുകയും അതിന്റെ വിൽപ്പന നടത്തുകയും മറ്റ് യന്ത്രങ്ങളോ സംവിധാനങ്ങളോ ഒക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതിന് ഒരു വൻധൻ കേന്ദ്ര VDVക്ക് ഒരു കേന്ദ്രം ഉണ്ടാക്കും. ആ കേന്ദ്രത്തിലൂടെയാണ് ഈ ഇടപാടുകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നത്. ലക്ഷങ്ങളാണ് ഇതിലൂടെ വിപണനം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ആദിവാസികൾക്ക് നൽകുകയോ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഗുരുതരമായ അഴിമതി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2023 വരെ അല്ലെങ്കിൽ അടുത്ത വർഷം വരെ നടന്നത് എന്നതാണ് കുടുംബശ്രീയുടെ കണ്ടെത്തലായി വന്നിരിക്കുന്നത്. ഒരു പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും പിരിച്ചുവിട്ടിരിക്കുന്നത്. VDVക്ക് കേന്ദ്രം പോലും ഇല്ലാത്ത പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് പൊഴുതന, തൊണ്ടർനാട്, മേപ്പാടി, മൂപ്പൈനാട് തുടങ്ങിയ പഞ്ചായത്തുകളിലൊന്നും VDVക്ക് കേന്ദ്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ആ കേന്ദ്രങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് പോലുമാണ് വൻതോതിൽ ഈ അഴിമതി നടന്നിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 3 പേര്, അതിൽ CPM സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ഉൾപ്പെടുന്ന കുടുംബശ്രീ ജീവനക്കാർക്കാണ് ഇപ്പോഴെതിരെ നടപടി വന്നിരിക്കുകയും മറ്റും ചെയ്തിരിക്കുന്നത്. എന്തായാലും പിരിച്ചുവിടൽ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വിപണനം നടത്തി എന്ന് അവർ അവകാശപ്പെടുന്ന സ്ഥലത്ത് പോലും പലതിലും രസീതോ വൗച്ചറോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുടുംബശ്രീ മിഷൻ ജീവനക്കാർ നടത്തിയ അഴിമതി കൊണ്ട് തന്നെ ഈ VDVക്ക് കേന്ദ്രങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നുകൂടി ഇതിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പ്രാഥമിക കണ്ടെത്തലനുസരിച്ച് ചുരുങ്ങിയത് ഒരു 35 ലക്ഷം രൂപ, 36 ലക്ഷം രൂപയുടെയെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തലായി വന്നിരിക്കുന്നത്. കൂടുതൽ വിശദീകരണം തേടിയ ശേഷം അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്ന ശേഷം മാത്രമായിരിക്കും എത്രത്തോളം വ്യാപകമായ തട്ടിപ്പായിരിക്കും നടന്നതെന്നത് മനസ്സിലാക്കാൻ കഴിയുക. ഒന്ന്, ഈ പദ്ധതിയുടെ മറവിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നു, അവർക്ക് പണം നൽകുന്നു എന്നതിന്റെ പേരിൽ നടത്തുന്ന അഴിമതി. മറ്റൊന്ന്, പല ആളുകളിൽ നിന്ന് നേരിട്ട് ഈ ആളുകളൊക്കെ, ഈ ജീവനക്കാരൊക്കെ പണം വാങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന് ചൂഷണത്തിന് ഇരയായത് തീർച്ചയായും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയ ഒരു പദ്ധതിയിലാണ് ഇത്രയും ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയത്. അതും കാര്യമായി തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആർക്കും ഒന്നും ലഭിച്ചില്ല എന്നതുകൂടിയാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം.